മോഹൻലാലിന് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് പറഞ്ഞാലോ? അതായത് 2011 മോഹൻലാലിന്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും ഇൻകം ടാക്സ് നടത്തിയ റെയ്ഡിൽ ആനക്കൊമ്പുകൾ പിടിച്ചെടുക്കുകയുണ്ടായി. അവ നിയമവിരുദ്ധമെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മോഹൻലാൽ കോടതിയുടെ മുമ്പാകെ തനിക്ക് കൈവശാവകാശമുണ്ടെന്ന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ കൈവശാവകാശം നിയമവിരുദ്ധമായി പ്രസിദ്ധീകരിച്ചതാണെന്ന് കണ്ടെത്തുകയും അതിന്റെ മൂല്യം പരിശോധിക്കാനും കോടതി ഉത്തരവിട്ടു. ഇപ്പോൾ ഇതാ മോഹൻലാലിന്റെ കൈവശാവകാശം പൂർണ്ണമായും ആ ലൈസൻസ് തള്ളിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുകയാണ്. എന്നാൽ മോഹൻലാലിന് ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ഗവൺമെന്റിനെ വീണ്ടും സമീപിക്കാനുള്ള അവകാശവും ഉണ്ട്. ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആനക്കൊമ്പുകൾ പിടിച്ചെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് മോഹൻലാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതല്ല. പിന്നീട് നമ്മൾ വാങ്ങിക്കുന്ന ഈ ലൈസൻസിന് നിയമത്തിന് മുമ്പിൽ അത്ര കണ്ട് വില മാത്രമേ വരുത്തുള്ളൂ. ഈ കുറ്റം തെളിഞ്ഞാൽ മോഹൻലാലിന് 3 വർഷം തൊട്ട് 7 വർഷം വരെയുള്ള ശിക്ഷയ്ക്കുള്ള സാധ്യത കൂടുതലാണ്.